നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. സപ്തഭാഷാ സംഗമ ഭൂമിയായ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ കുതിച്ചുയരുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാസർഗോഡ് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ അത് ഒരു നഗരസഭയും 7 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. കാസർഗോഡ് താലൂക്കിന്റെ ഭാഗമായ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ഒപ്പം ഗ്രാമീണ ഭംഗിയും നാഗരികതയുടെ സാധ്യതകളും ഒരുപോലെ സമ്മേളിക്കുന്ന ബദയെടുക്ക, വെള്ളൂർ, ചെങ്കള, കാറടുക്ക, കുമ്പടാജി, മധൂർ, മെഗ്രാൽ, പുത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഈ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പരിധിയിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഒരു കാലത്ത് വികസന സൂചികകളിൽ കാസർഗോഡ് പിന്നിലാണെന്ന പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം അതിവേഗം മാറുകയാണ്. മാറി മാറി വന്ന സർക്കാരുകളുടെ ഇച്ഛാശക്തിയും കിഫ്ബി പോലുള്ള നൂതന ധനസമാഹരണ മാർഗങ്ങളും ചേർന്നപ്പോൾ പതിറ്റാണ്ടുകളായി കാസർഗോഡ് കാത്തിരുന്ന പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ഊർജം, കുടിവെള്ളം, നൈപുണ്യ വികസനം തുടങ്ങി സമസ്ത മേഖലകളിലും അഭൂതപൂർവമായ മുന്നേറ്റത്തിനാണ് ഈ മണ്ഡലം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം കിഫ്ബി അംഗീകാരം നൽകിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്ക് ഓരോ മേഖലകളിലെയും പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. ഏതൊരു നാടിൻ്റെയും വികസനത്തിന് ആദ്യപടി മികച്ച ഗതാഗത സൗകര്യങ്ങളാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഈ രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന പല റോഡുകളും ഇന്ന് ആധുനിക നിലവാരത്തിലേക്ക് മാറുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നോക്കാം. കല്ലെടുക്ക ചേരങ്കി റോഡ് ഏകദേശം 40 കോടി രൂപയോളം മുതൽ മുടക്കുള്ള ഈ പദ്ധതി മണ്ഡലത്തിലെ പ്രധാന പാതകളിലൊന്നാണ്. ഇതിനകം 29 കോടി രൂപയുടെ പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. ഈ റോഡ് പൂർണ്ണമാകുന്നതോടെ മലയോര മേഖലകളിൽ നിന്നുള്ളവർക്ക് ദേശീയപാതയിലേക്കും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ബദയെടുക്ക എടത്തുടി സുള്ളിയാപ്പടവ് റോഡ്. ബദയെടുക്ക, കുമ്പടാജി പോലുള്ള പഞ്ചായത്തുകളിലൂടെ കടന്നുപോകാൻ സാധ്യതയുള്ള ഈ റോഡിന്റെ നവീകരണത്തിന് 45 കോടി രൂപയിലധികമാണ് വകയെടുത്തിരിക്കുന്നത്. 40 കോടിയിലധികം രൂപ ഇതിനകം വിനിയോഗിച്ചു എന്നത് നിർമ്മാണത്തിന്റെ വേഗത സൂചിപ്പിക്കുന്നു. ഇത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഗ്രാമീണ ടൂറിസത്തിനും വലിയ മുതൽക്കൂട്ടാകും. പെർള ഉക്കിനടുക്ക റോഡ് 27 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയും യാഥാർത്ഥ്യമാവുകയാണ്. 22 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി. ബദയെടുക്ക എത്തെടുക്ക സുള്ളിയപ്പടവ് റോഡ് 45 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയും പുരോഗമിക്കുന്നു. 40 കോടിയോളം രൂപ ഇതിനകം ചെലവഴിച്ചു. ഇവ കൂടാതെ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികളായ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവയുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങളും കാസർഗോഡ് മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. ചേവാർ മുതൽ എടപ്പറമ്പ വരെയുള്ള മലയോര ഹൈവേ ഭാഗം 86 കോടിയിലധികം രൂപയുടെ ഈ വലിയ പദ്ധതിക്ക് 57 കോടിയോളം രൂപ നൽകിക്കഴിഞ്ഞു. മലയോര ഹൈവേയുടെ ഭാഗമായ കോളിത്തട്ട് എടപ്പറമ്പ റോഡ് 85 കോടി രൂപയുടെ പദ്ധതിയിൽ 52 കോടിയിലധികം രൂപയുടെ പണികൾ നടന്നു.
തീരദേശ ഹൈവേയുടെ ഭാഗമായ വലിയപറമ്പ പാലം മുതൽ പന്നിക്കുന്ന് വരെ 44 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയും അംഗീകാരം നേടിയിട്ടുണ്ട്. ഈ റോഡുകളെല്ലാം നാടിന്റെ പുരോഗതിയിലേക്കുള്ള ധമനികളാണ്. യാത്രാ സമയം കുറയുന്നു, അപകടങ്ങൾ ഇല്ലാതാകുന്നു, പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കുന്നു, വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. അങ്ങനെ ഒരു റോഡ് ഒരു നാടിനെ മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. മികച്ച റോഡുകളിലൂടെയുള്ള യാത്ര സുഗമമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് ആരോഗ്യത്തിലേക്കാണ്. സ്വന്തം ജില്ലയിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുക എന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. കാസർഗോഡിന്റെ ആരോഗ്യ രംഗത്തെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പദ്ധതിയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കിഫ്ബി ധനസഹായത്തോടെ കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പലപ്പോഴും വിദഗ്ധ ചികിത്സകൾക്കായി മംഗലാപുരത്തെയും മറ്റ് ജില്ലകളെയും ആശ്രയിക്കേണ്ടി വന്ന കാസർഗോട്ടുകാർക്ക് ഇത് വലിയ ആശ്വാസമാകും. ഇതിനായി 36,45,00,000 രൂപ അനുവദിച്ചതിൽ 6,25,00,000 രൂപയുടെ പ്രവൃത്തികൾ നടന്നു. ഒരു ആധുനിക ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണിവ. ആശുപത്രി ബ്ലോക്കിന്റെ ബാക്കി സിവിൽ, ഫയർ പ്രൊട്ടക്ഷൻ ജോലികൾ, ഡോക്ടർമാർക്കും ജീവനക്കാർക്കും റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ, സബ്സ്റ്റേഷൻ, ഹോസ്റ്റലുകൾ, ക്വാർട്ടേഴ്സുകൾ എന്നിവയ്ക്കുള്ള പദ്ധതികളും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ഈ സ്ഥാപനത്തെ ഒരു സമ്പൂർണ്ണ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് കാണിക്കുന്നത്. ഇവ കൂടാതെ കോവിഡ് പോലുള്ള മഹാമാരികളെ നേരിടാനും പകർച്ചവ്യാധികൾ തടയാനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണവും കാസർഗോഡ് മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 236 കോടി രൂപയാണ് സംസ്ഥാനത്തൊട്ടാകെ വകയിരുത്തിയിട്ടുള്ളത്. അതിൽ വലിയൊരു ഭാഗം ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇത് പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കും. ആരോഗ്യവും യാത്രാ സൗകര്യവും പോലെ തന്നെ പ്രധാനമാണ് അറിവ് നേടാനുള്ള അവസരങ്ങൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് കിഫ്ബി നൽകുന്ന പിന്തുണ ചെറുതല്ല. കാസർഗോഡ് മണ്ഡലത്തിലെ സ്കൂളുകളും ഈ മാറ്റത്തിന്റെ പാതയിലാണ്. സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് നവീകരണം നടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി കിഫ്ബി നൽകുന്നത്. കാസർഗോഡ് ക്ലസ്റ്റർ 21, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ക്ലസ്റ്റർ 2 എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പദ്ധതികളിലൂടെ മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, പാപ്കോസ് ലിമിറ്റഡ്, ഇൻകെൽ ലിമിറ്റഡ് തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് ഈ നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പഴയ ക്ലാസ് മുറികൾ ഹൈടെക്കായി, പുതിയ ലാബുകൾ, ലൈബ്രറികൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം നിർമ്മിക്കപ്പെട്ടു. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ മികച്ചൊരു അന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ചു. വിദ്യാഭ്യാസ രംഗത്തും കാസർഗോഡിന് മുന്നേറ്റമുണ്ട്. കാസർഗോഡ് ക്ലസ്റ്റർ ഫേസ് 4 എന്ന പേരിൽ 21 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നടപ്പാക്കുന്ന തീരദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ടവും പുരോഗമിക്കുന്നു. പ്രധാന മേഖലകൾക്ക് പുറമെ നാടിന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായ മറ്റ് ചില സുപ്രധാന പദ്ധതികളും കിഫ്ബി സഹായത്തോടെ കാസർഗോഡ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം വികസനത്തിന് അനിവാര്യമാണ്. KSEBL ട്രാൻസ്ഗ്രിഡ് നടപ്പിലാക്കുന്ന കോലത്തുനാട് ലൈൻസ് പാക്കേജ്
ഇതിന് വലിയ ഉദാഹരണമാണ്. 262 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതി കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തും. 201 കോടിയിലധികം രൂപ ഇതിനായി കൈമാറിയിട്ടുണ്ട്. ഇത് ഭാവിയിലെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യകത നിറവേറ്റാനും വ്യവസായശാലകൾക്ക് പ്രോത്സാഹനം നൽകാനും സഹായിക്കും. ശുദ്ധമായ കുടിവെള്ളം ഓരോ പൗരന്റെയും അവകാശമാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിൽ നടപ്പിലാക്കുന്ന 45 കോടി രൂപയുടെ പദ്ധതികൾ കാസർഗോഡ് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു. 27 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. യുവജനങ്ങൾക്ക് തൊഴിൽ നേടാൻ ആവശ്യമായ കഴിവുകൾ നൽകുക എന്നത് പ്രധാനമാണ്. പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിക്ക് വേണ്ടിയുള്ള നൈപുണ്യ വികസന ഇക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനുള്ള 27 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വിദഗ്ധരായ തൊഴിലാളികളെ വാർത്തെടുക്കാനും സഹായിക്കും. നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെയും സംസ്ഥാന സർക്കാരിലൂടെയും യാഥാർത്ഥ്യമാകുന്ന വികസന മുന്നേറ്റത്തിന്റെ ഒരു പരിച്ഛേദം മാത്രമാണ്. ഓരോ പദ്ധതിയും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ്. അതിലുപരി ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന മാറ്റങ്ങളാണ്. പൂർത്തിയായ പദ്ധതികൾ നാടിന് സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പുരോഗമിക്കുന്നവ അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പരിഗണനയിലുള്ളവ ഭാവിയിലേക്കുള്ള പ്രതീക്ഷകളാണ്. കിഫ്ബി എന്ന നൂതന ആശയം എങ്ങനെയാണ് ഒരു നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടത്. കൃത്യമായ ആസൂത്രണം, കാര്യക്ഷമമായ നിർവഹണം, സുതാര്യമായ ഇടപാടുകൾ എന്നിവയിലൂടെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ വേഗതയും ദിശാബോധവും നൽകാൻ സാധിച്ചിരിക്കുന്നു. ഇത് കാസർഗോഡിന് മാത്രമല്ല, കേരളത്തിന്റെ ആകെ വിജയമാണ്. വികസനത്തിന്റെ ഈ പാതയിൽ മുന്നോട്ടു പോകുമ്പോൾ കാസർഗോഡ് നിയോജക മണ്ഡലത്തിന് കൂടുതൽ ശോഭനമായ ഒരു ഭാവിയാണ് കാത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയുടെ ഹൃദയത്തുടുപ്പുകൾ പേറുന്ന കാർഷിക സംസ്കൃതിക്ക് പേരുകേട്ട ഇരിക്കൂർ നിയോജക മണ്ഡലം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയും എഴുവശ്ശേരി, പയ്യാവൂർ, ഉളിക്കൽ, ഇരിക്കൂർ, മലപ്പട്ടണം, മയ്യിൽ, കുറ്റ്യാട്ടൂർ, പടിയൂർ, കല്യാട് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. മലകളും പുഴകളും കൃഷിയിടങ്ങളും നിറഞ്ഞ ഈ ഭൂപ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ നിരവധിയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തുടങ്ങി വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും വലിയ മാറ്റത്തിനാണ് ഇരിക്കൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു കാലത്ത് മലയോര മേഖലകളിലെ യാത്രാ ദുരിതവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഇരിക്കൂർ പോലുള്ള മണ്ഡലങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികളായിരുന്നു. എന്നാൽ കിഫ്ബിയുടെ വരവോടെ ദീർഘകാലമായുള്ള പല ആവശ്യങ്ങൾക്കും പരിഹാരമാവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ മണ്ഡലത്തിലേക്ക് വിവിധ പദ്ധതികളിലൂടെ എത്തുന്നത്. നമുക്ക് ഓരോ മേഖലകളിലെയും പ്രധാന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഇരിക്കൂർ മണ്ഡലത്തിൽ ഏറ്റവും വലിയ മാറ്റം കാണുന്നത് ഗതാഗത രംഗത്താണ്. മലയോര മേഖലയായതിനാൽ തന്നെ മികച്ച റോഡ് ശൃംഖല ഇരിക്കൂറിന്റെ വികസനത്തിന് അനിവാര്യമാണ്. കിഫ്ബി സഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പാക്കുന്ന റോഡ് നവീകരണ പദ്ധതികൾ ഈ മേഖലയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. സർക്കാരിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, മന്ത്രിമാരുൾപ്പെടെ പലരും ചില കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യങ്ങൾ ഏറെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അക്കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രമങ്ങൾ നടത്താനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന മേഖല എന്ന നിലയിൽ പരമാവധി ശ്രമിച്ചത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്താണ്. ലഭിച്ച ഫണ്ടുകളിൽ ഏറെയും ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, പ്രത്യേകിച്ച് റോഡുകൾക്ക്, കലുങ്ക് അങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്നാകട്ടെ മറ്റ് സ്കീമുകളിൽ നിന്നാകട്ടെ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയിലേക്കും പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൂടി ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പരിമിതിയായി വന്നത്. പഞ്ചായത്തുകളുടെ റോഡുകൾ, ചെറിയ കലുങ്കുകൾ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ലാത്തതുകൊണ്ട്
ജനങ്ങൾ അത്തരം വിഷയങ്ങളുമായി സമീപിക്കുമ്പോൾ അത് ചെയ്യാൻ നിർബന്ധിതരായി. അതുകൊണ്ട് മറ്റ് പല മണ്ഡലങ്ങളിലും വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെയുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഫണ്ട് തികയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഏതാണ്ട് 90% പ്രവൃത്തികളും, 95% എന്ന് തന്നെ പറയാം, ഫണ്ട് ചെലവഴിച്ചത് ഈ റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് വേണ്ടിയാണ്. കാരണം ആളുകളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആവശ്യം അവർക്ക് യാത്രായോഗ്യമായ റോഡുകളാണ്. അപ്പം അത് പൂർത്തിയാക്കിയിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ള പരിമിതിയാണുള്ളത്. പ്രധാനപ്പെട്ട ചില റോഡ് വികസന പദ്ധതികൾ നോക്കാം. ഉളിക്കൽ തേർമല കാഞ്ഞിലേരി കണിയാർ വയൽ റോഡ്. ഇത് ഇരിക്കൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. ഈ റോഡ് പൂർണ്ണമായും നവീകരിക്കുന്നതോടെ ഉളിക്കൽ, പയ്യാവൂർ, എരുവശ്ശേരി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വലിയൊരാശ്വാസമാകും. യാത്രാസമയം ഗണ്യമായി കുറയും. മലപ്പട്ടണം, മയ്യിൽ, കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ ഈ റോഡ് സഹായിക്കും. പ്രധാനപ്പെട്ട ചില റോഡ് വികസന പദ്ധതികൾ നോക്കാം. ഉളിക്കൽ തേർമല കാഞ്ഞിലേരി കണിയാർ വയൽ റോഡ്. ഇത് ഇരിക്കൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. ഈ റോഡ് പൂർണ്ണമായി നവീകരിക്കുന്നതോടെ ഉളിക്കൽ, പയ്യാവൂർ, എരുവശ്ശേരി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വലിയൊരാശ്വാസമാകും. യാത്രാസമയം ഗണ്യമായി കുറയും. മലപ്പട്ടണം, പറമ്പ, കണിയാർ വയൽ, അടുവപ്പുറം, പാവന്നൂർ മൊട്ടാർ റോഡ് 36 കോടി 16 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയും അതിവേഗം പുരോഗമിക്കുകയാണ്. 32 കോടി 56 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു. മലപ്പട്ടണം, മയ്യിൽ, കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ ഈ റോഡ് സഹായിക്കും. ശ്രീകണ്ഠപുരം ചെമ്പത്തൊട്ടി നടുവിൽ റോഡ്. ശ്രീകണ്ഠപുരം പട്ടണത്തെ മലയോര മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഈ സുപ്രധാന റോഡിന്റെ നവീകരണത്തിനായി 47 കോടി 72 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. 16 കോടി 46 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മണക്കടവ്, മുരിക്കടവ്, കാപ്പിമല, ആലക്കോട് റോഡ്. ആലക്കോട്, ഉദയഗിരി പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ റോഡിന്റെ നവീകരണത്തിന് 50 കോടി 31 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പെരുമ്പാറമ്പ്, കല്ലുവയൽ, നെല്ലിക്കാംപോയിൽ റോഡ്. 30 കോടി 97 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 7 കോടി 14 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. ഇവയ്ക്ക് പുറമെ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇരിക്കൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വള്ളിത്തോട് മുതൽ അമ്പായത്തോട് വരെയുള്ള ഭാഗം ഇതിൽ ഉൾപ്പെടുന്നു. 83 കോടി രൂപയുടെ ഈ വലിയ പദ്ധതിയുടെ ഭാഗമായി 34 കോടി രൂപയുടെ പ്രവൃത്തികൾ നടക്കുന്നു. ഈ റോഡുകളെല്ലാം വെറും ടാറിട്ട വഴികളല്ല, മറിച്ച് ഇരിക്കൂറിന്റെ കാർഷിക, വാണിജ്യ, സാമൂഹിക മുന്നേറ്റത്തിന്റെ അടിത്തറയാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാനും, വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ, കോളേജുകളിലും എത്താനും, രോഗികൾക്ക് സമയബന്ധിതമായി ആശുപത്രികളിൽ എത്താനും ഈ റോഡുകൾ വഴിയൊരുക്കും. ചില റോഡ് പദ്ധതികൾ കിഫ്ബിയുടെ പരിഗണനയിലുമുണ്ട്. അവയും വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം വിജ്ഞാന സമ്പാദനത്തിനുള്ള മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികൾ ഇരിക്കൂർ മണ്ഡലത്തിന് വലിയ മുതൽക്കൂട്ടാണ്. വിദ്യാഭ്യാസ മേഖലയുടെ ഉണർവിന് വേണ്ടി ആരംഭിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ 4 വർഷവും അതിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നടത്തിയത്. അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം അക്കാര്യത്തിലുമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഇത്തരം പിന്നോക്ക മേഖലകളിൽ അവർക്ക് അവരുടെ കരിയറിനെ സംബന്ധിച്ചൊരു ധാരണ
പലപ്പോഴും ഉണ്ടാകാറില്ല. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഓരോ കുട്ടികളുടെയും അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കരിയർ പ്രവർത്തനങ്ങളാണ് ഞാൻ ആദ്യമായി പ്രാഥമികമായി ആരംഭിച്ചത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ദിശാദർശൻ്റെ ഭാഗമായി അത്തരം പ്രവർത്തനങ്ങൾ നടത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കുന്ന എക്സലൻസ് അവാർഡുകൾ, മെറിറ്റ് അവാർഡുകൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അതുപോലെ തന്നെയാണ് നിരവധിയായ ദിശാദർശൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. ഏറ്റവും അവസാനം പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച ഭാഷാമൃതം, കുട്ടികളുടെ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാ മികവ്, ഭാഷാ പരിപോഷണ പദ്ധതി എന്ന നിലയിൽ തന്നെ സംഘടിപ്പിച്ചു. കേരളത്തിൽ ഭാഷാ പഠനത്തിൽ നമ്മുടെ സംസ്ഥാനം പിന്നോട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും കുട്ടികളെ പരിപോഷിപ്പിക്കുന്ന, അവരെ പ്രാപ്തമാക്കുന്ന ഒരു പദ്ധതിയാണ് ഭാഷാമൃതം. പൈലറ്റ് പ്രൊജക്റ്റ് എന്ന നിലയിൽ 2ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടിയാണ് അത്തരമൊരു വിപുലമായ ഒരു സമഗ്ര പ്രോഗ്രാം നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ കുട്ടികളെയും അണിനിരത്തിക്കൊണ്ടാണ് 2ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളും അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ ഭാഗമായി എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. 3 വർഷവും തുടർച്ചയായി ഭാഷാമൃതം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇരിക്കൂർ ഉപജില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും മികവുള്ള ഭാഷാ മികവുള്ള ഒരു മണ്ഡലമായി മാറി എന്ന ഒരു പ്രത്യേകത കൂടി അതിൻ്റെ റിസൾട്ട് കൂടിയാണ് എന്ന കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ. കണ്ണൂർ ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി വിദ്യാഭ്യാസ മേഖലകൾക്കായി നൽകുന്നത്. ഈ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളായ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മാറിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിലൂടെ സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ശുചിമുറികൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ തുടങ്ങിയവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് കുട്ടികൾക്ക് പഠനത്തിന് ഏറ്റവും മികച്ച അന്തരീക്ഷം നൽകുന്നു. ഒപ്പം പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും ഇത് സഹായകമായി. ഓരോ ക്ലസ്റ്ററിനും കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വലിയൊരു തുക ഇതിനകം പ്രവൃത്തികൾക്കായി നൽകിക്കഴിഞ്ഞു എന്നത് ഈ രംഗത്തെ മുന്നേറ്റം സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിനൊപ്പം ആരോഗ്യ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. കോവിഡ് പോലുള്ള മഹാമാരികൾ നൽകിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഈ ബൃഹത് പദ്ധതിയുടെ പ്രയോജനം ഇരിക്കൂർ മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ 236 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് 108 കോടിയിലധികം രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. ഇത് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ പ്രാദേശികമായി തന്നെ മികച്ച ചികിത്സയും നിരീക്ഷണവും ഉറപ്പാക്കാൻ സഹായിക്കും. അതോടൊപ്പം യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന പദ്ധതിയും ശ്രദ്ധേയമാണ്. വർക്ക് നിയർ ഹോം പോലുള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനത്തിനുള്ള ഒരു ഇക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിന് 27 കോടി 50 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് ഇരിക്കൂർ പോലുള്ള മണ്ഡലങ്ങളിലെ യുവതീ-യുവാക്കൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ആധുനിക തൊഴിലുകൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായ പരിശീലനം നേടാൻ വഴിയൊരുക്കും.
ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ മലയോര മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയെഴുതുകയാണ്. മികച്ച റോഡുകൾ, നവീകരിച്ച സ്കൂളുകൾ, ശക്തിപ്പെടുത്തിയ ആരോഗ്യ സംവിധാനങ്ങൾ, പുതിയ തൊഴിൽ സാധ്യതകൾ ഇവയെല്ലാം ഇരിക്കൂറിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. പൂർത്തിയായ പദ്ധതികൾ നാടിന് മുതൽക്കൂട്ടായി മാറിക്കഴിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്നവ വൈകാതെ യാഥാർത്ഥ്യമാകും. പരിഗണനയിലുള്ളവ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയെയും അതിജീവിച്ച് ഒരു നാടിന് എങ്ങനെ മുന്നേറാൻ കഴിയും എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ ഈ വികസന പ്രവർത്തനങ്ങൾ. ഇത് കേരളത്തിൻ്റെ ആകെ വിജയഗാഥയുടെ ഭാഗമാണ്. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.